നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ഒമാനിൽ ജനിച്ച ഇന്ത്യൻ കുഞ്ഞിന് ഇന്ത്യൻ പാസ്പോർട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു പുതിയ മാതാപിതാക്കളാണ് എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ROP ഇഷ്യൂ ചെയ്യുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ROP ഇഷ്യൂ ചെയ്യുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടി എവിടെ ജനിച്ചോ ആ ഹോസ്പിറ്റൽ ത്രൂ ആണ്. ആ ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ID-യും മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയുമാണ്. ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്നും അവരൊരു ഫോം തരും. ആ ഫോം നമ്മൾ ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ കുട്ടിയുടെ പേരൊന്നും ആ ടൈമിൽ ഇട്ട് കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് ബേബി ഓഫ് മദർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അവര് അവിടുന്ന് അപ്ലൈ ചെയ്യും. നമ്മുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അവര് ഹോസ്പിറ്റലിൽ നിന്നും അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ROP-യിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു മെസ്സേജ് നമ്മുടെ ഫോണിൽ വരും. അതായത് നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള ROP വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു, നമ്മുടെ ID കാർഡൊക്കെ എടുക്കുന്ന സെന്റർ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞ് വരും. അങ്ങനെ ആ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാത്തിൻ്റെയും പാസ്പോർട്ടിന്റെ ഒറിജിനൽ, മാതാപിതാക്കളുടെ പാസ്പോർട്ടും നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒമാനിലെ ID-യും മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കൈ കരുതിക്കൊണ്ട് നിങ്ങൾ ROP വിസിറ്റ് ചെയ്യുക. ROP വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോക്കൺ ഉണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ടോക്കൺ എടുക്കുക. ടോക്കൺ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ROP-യുടെ ഓഫീസറിന്റെ അടുത്ത് ചെല്ലും. ROP-യുടെ ഓഫീസറിന്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പുതിയ നമ്മുടെ കുട്ടിക്കുള്ള ഇടാൻ വെച്ചിരിക്കുന്ന നെയിം ക്ലിയർ ആയിട്ട് എഴുതിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ അവർ എഴുതാൻ പറയും നമ്മളോട്. ക്ലിയർ ആയിട്ട് എഴുതി ആ സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടും. 2 ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. ഒന്ന് അറബിക്കിലും രണ്ടാമത് ഇംഗ്ലീഷിലും. കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ID കാർഡ്, നിങ്ങളുടെ പേരും എല്ലാം അതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടാണോ മെൻഷൻ ചെയ്തേക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. കുട്ടിയുടെ പുതിയ പേര് ക്ലിയർ ആയിട്ടാണ് മെൻഷൻ ചെയ്തേക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. കാരണം ഇതാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന രേഖ. നമുക്ക് ഇനി ബർത്ത് രജിസ്റ്റർ ചെയ്യണം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പോർട്ടലിൽ. അതുകൂടാതെ നമുക്ക് പാസ്പോർട്ടും എടുക്കണം. അതിനെല്ലാത്തിൻ്റെയും അടിസ്ഥാന രേഖ എന്ന് പറഞ്ഞാൽ ഈ ROP ഇഷ്യൂ ചെയ്യുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബർത്ത് രജിസ്ട്രേഷൻ ആണ്. അത് ചെയ്യേണ്ടത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പോർട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്യുക. അത് ആദ്യം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പോർട്ടലിൽ കയറി ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഡീറ്റെയിൽസും, കുട്ടിയുടെ ക്ലിയർ ആയിട്ടുള്ള പേര്, നമ്മുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിൻ്റെ ഓപ്ഷനിൽ സെക്ഷൻ 4, അതായത് അക്വിസിഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻഡ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഫില്ല് ചെയ്യുക. ക്ലിയർ ആയിട്ട് അതെല്ലാം ഫില്ല് ചെയ്യുക. നമ്മുടെ ROP-യിൽ നിന്നും കിട്ടിയ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. കുട്ടിയുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒമാനിലാണെങ്കിൽ SGIVS എന്ന് പറയുന്ന ഒരു പ്രൊവൈഡറാണ് നമുക്ക് ഈ കാര്യങ്ങൾ പേയ്മെന്റ് നടത്താനുള്ള ഓപ്ഷനും അത് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നതും അതുവഴിയാണ്. ഇന്ത്യൻ എംബസി ഇപ്പോൾ അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അവിടുന്നാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കിട്ടുന്നത്. നമ്മൾ SGIVS-ൽ കയറിയിട്ട് അതിൻ്റെ അകത്തൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഒരു അപ്പോയിൻമെന്റ് നമ്മൾ എടുക്കുക. അതായത് ഇന്ന ദിവസത്തേക്ക് നിങ്ങൾ ഒരു അപ്പോയിൻമെന്റ് എടുക്കുക. പൊതുവേ എനിക്ക് തോന്നുന്നത് ഫ്രൈഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഒരു വർക്കിംഗ് ആണ്. SGIVS-ൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നേരെ ചെന്നിട്ട് അപ്പോയിൻമെന്റ് കാണിക്കുക. അപ്പോയിൻമെന്റ് കാണിച്ചു കഴിയുമ്പോൾ നിങ്ങളോട് ബർത്ത് രജിസ്ട്രേഷൻ ഉള്ള കൗണ്ടറിലോട്ട് വിടും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ഈ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യും. എന്തെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ അവർ പറയും. നിങ്ങളെ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഒറിജിനൽ കരുതുക. അവർ ചെക്ക് ചെയ്തിട്ട് അവർ തന്നെ ചിലപ്പോൾ കോപ്പി എടുത്തിട്ട് നിങ്ങളോട് ഒരു പേയ്മെന്റ് നടത്താൻ പറയും. 14 റിയാൽ 400 പൈസയുമാണ് അവർ അടപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യേണ്ടത്. സോ ആദ്യം നമ്മൾ ROP-യുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കും. രണ്ടാമത് ഇന്ത്യയിൽ ബർത്ത് രജിസ്റ്റർ ചെയ്യും. പിന്നെയാണ് നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ന്യൂ ബോണിനായിട്ട് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അത് ഇന്ത്യൻ പോർട്ടലിൽ കയറിയിട്ട് portal.passportindia.gov.in എന്ന് തോന്നുന്നു, ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്യുക. അത് ന്യൂ ബോണിനുള്ള ഫ്രഷ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വേണം ഇത് ഫില്ല് ചെയ്ത് വെക്കാൻ. വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ നിന്നും ബർത്ത് രജിസ്റ്റർ
രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, ROP ഇഷ്യൂ ചെയ്യുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ പേരൻസിന്റെ ഡീറ്റെയിൽസ്, അതായത് പേരൻസിന്റെ പാസ്പോർട്ട്, മാരേജ് സർട്ടിഫിക്കറ്റ്, ID കോപ്പി, ഇതെല്ലാം വെക്കുന്നത് നല്ലതാണ്. പിന്നെ കുട്ടിയുടെ ഒരു പാസ്പോർട്ട് സൈസ് പിക്ചറും വേണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുക. അപ്പം എന്നിട്ട് നിങ്ങൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ SGIVSൽ നിങ്ങൾ അഗെയിൻ നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണം പാസ്പോർട്ടിന് വേണ്ടിയുള്ളത്. എന്നിട്ട് അവിടെ പോയിട്ട് ഈ ഡേകൾ വീണ്ടും സമർപ്പിക്കണം. പേരൻസ് 2 പേരും പോകണം. പിന്നെ അവരുടെ ഒരു അനക്സ്റ്റർ ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. അതെല്ലാം അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യുക. എനിക്ക് 25 റിയാലാണ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നതിന്. നോർമലായിട്ടുള്ള 30 പേജിന് വരുന്നത്. അപ്പം 25 സംതിങ് റിയാൽ വരും. അതും കൂടെ പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ, ഒരു 4-5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കിട്ടും. പിന്നെ എന്തെങ്കിലും തിരുത്തലുകളോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് അവിടെ നിന്ന് നോക്കി ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം നോക്കുക. അഡ്രസ്സ്, പ്രൂഫ് എല്ലാം പാസ്പോർട്ടിൽ വരുന്ന പോലെ തന്നെ നമുക്ക് കാണിക്കും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തിരുത്തൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിരുത്തി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ കുട്ടി ജനിച്ച ഏകദേശം അടുത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ഒന്നിനും ഡിലേ ആക്കേണ്ട കാര്യമില്ല. കാരണം ട്രാവലിംഗ് ഒക്കെ ബുദ്ധിമുട്ടാകും. നിങ്ങൾക്ക് കുട്ടിക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഓടി നടക്കേണ്ടി വരും. അതിലും ബെറ്റർ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കുട്ടി ജനിച്ച ഉടനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം, പേരൻസിന്റെ ഡീറ്റെയിൽസും കുട്ടിയുടെ ഡീറ്റെയിൽസും എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒമാനിലുള്ള ന്യൂ പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്